അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നൊരു റമദാൻ വ്ളോഗാണ്. അതിൽ തന്നെ 2 സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. ഒന്നൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് ക്രീം ഡെസേർട്ടാണ്. അതുപോലെ തന്നെ ഒരു ബ്രെഡും ചിക്കനും ഉപയോഗിച്ചിട്ടുള്ള ഈസി സാൻഡ്വിച്ചും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഫ്രൂട്ട്സ് ക്രീം ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു പിയർ എടുത്തിട്ടുണ്ട്, ഒരു പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ അനാറൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. മുന്തിരി വലുത് മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ, ചെറുതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇടാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമുക്കിത് ഫ്രൂട്ട്സിൽ ചേർക്കാനാണ്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അലിഞ്ഞോളും. കാരണം നമ്മളിത് ചുടുവെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് കലക്കിയെടുത്ത ശേഷം നമുക്കിത് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതാ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ആ പഞ്ചസാര വെള്ളം എല്ലാ സൈഡിലേക്കും എത്തണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രീം വിപ്പിൻ്റെ ഒരു പാക്കറ്റ് ഡ്രീം വിപ്പിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പൗഡറാണിത്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ചാറിയ ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ട് ക്രീം റെഡിയാക്കി എടുക്കാം. 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ക്രീം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രീമൊന്ന് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഉപ്പാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് ഇടാം. അങ്ങനെ ക്രീമൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ അരച്ച് വെച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റിൽ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 വലിയ വെളുത്തുള്ളി ഇത് 3ഉം കൂടെ അരച്ച് വെച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ടയും കറാമ്പും ഏലക്കയും അത് 3ഉം കൂടെ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 250 ml കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയിലൊന്നും അടിക്കണ്ട, കൈ ഉപയോഗിച്ച് ചെയ്താൽ മതി. ചിക്കനൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബർ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലെറ്റ്യൂസ് കൊടുത്തിട്ടുണ്ട്. തക്കാളിയിലെ കുരു മാറ്റിയ ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അതിന് മുന്നേ ഒരു സാൻഡ്വിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഗാർലിക് മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് അതൊന്നും കാണിക്കുന്നില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട, ഇതുപോലെ ഇത്ര വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് കവർ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ വേറൊരു ബ്രെഡ് എടുത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാൻഡ്വിച്ച് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 3 ബ്രെഡ് വെച്ചിട്ടാണ് ഒരു സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ സാൻഡ്വിച്ചൊക്കെ ഒന്ന് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, നമുക്ക് പാനിൽ വെച്ചിട്ടും ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. നമ്മളിത് മൊത്തത്തിൽ അടച്ചു വെച്ചാൽ സാൻഡ്വിച്ച് ഒരുപാട് പരന്ന് ഹാർഡായിപ്പോവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒരുപാട് പ്രസ് ചെയ്തൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതി, ഒരുപാട് കളറൊന്നും ആവണ്ട. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി നോക്കുക. കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്, ഇഫ്താർ ടൈമിനൊക്കെ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ച് റെഡിയാക്കിയ ശേഷം ഞാനൊരു 2 പഴം പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പഴംപൊരിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പഴംപൊരിയുടെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, വീഡിയോ കൂടുതൽ ലെങ്ത്തായി പോവും. അങ്ങനെ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പഴംപൊരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. പത്തിരിയും ഗ്രീൻ പീസ് കറിയാണ് രാത്രിയിലേക്ക്. ഇത് ഞാൻ തലേ ദിവസം തന്നെ പരത്തി വെച്ച പത്തിരിയാണ്. അപ്പോൾ പത്തിരി തലേ ദിവസം തന്നെ പരത്തിയിട്ട് ഒരു ബോക്സിലാക്കി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് 2 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരിയുടെയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയുടെയും റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാ പത്തിരിയും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കറി ഒന്ന് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്രീമും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.